ഞങ്ങളുടെ മുത്തശ്ശൻ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ഇന്ന് 90. KMS നമ്പൂതിരിപ്പാട്, കുഞ്ഞൂട്ടേട്ടൻ, തമ്പ്രാൻ മാഷ്, ഹെഡ് മാഷ് എന്നിങ്ങനെ സഹസ്രനാമധാരിയായ അദ്ദേഹം ശ്രീമതി സരള അന്തർജനവുമായുള്ള ദാമ്പത്യത്തിന്റെ 60-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഈ പിറന്നാളിന്റെ മാധുര്യം ഇരട്ടിയാക്കുന്നു. മുത്തശ്ശന്റെ ഈ നവതി ആഘോഷവേളയിൽ അദ്ദേഹം പിന്നിട്ട വഴികളിലേക്ക് ഞങ്ങൾ പേരക്കുട്ടികൾ നടത്തിയ ഒരു തിരിഞ്ഞുനോട്ടം. 1926 ചിങ്ങമാസത്തിൽ പൂരം നക്ഷത്രത്തിലാണ് മുത്തശ്ശന്റെ ജനനം. സംസ്കൃത പണ്ഡിതനായിരുന്ന കാടമ്പറ്റ മനയ്ക്കൽ ശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും കാഞ്ഞൂർ മനയ്ക്കൽ ശ്രീമതി സാവിത്രി അന്തർജനത്തിന്റെയും 6 മക്കളിൽ 5-ാമനായി ചളവറയിലാണ് അദ്ദേഹം ജനിച്ചത്. മുത്തശ്ശന് 1.5 വയസ്സുള്ളപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അകാല നിര്യാണവും സ്കൂൾ പഠനത്തിന്റെ അവസാനത്തിലുണ്ടായ അമ്മയുടെ വേർപാടും പഠനകാലം കഠിനമാക്കിയെങ്കിലും കൈവിടാത്ത ആത്മധൈര്യം 1952 അദ്ദേഹത്തിന് BA നേടിക്കൊടുത്തു. അദ്ദേഹത്തിന് 2 സഹോദരിമാരും 3 സഹോദരന്മാരുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത സഹോദരിയായ ശ്രീദേവി അന്തർജനത്തെ ഇടമന മനയ്ക്കൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും അനുജത്തിയായ ആര്യ അന്തർജനത്തെ ആഴ്വഞ്ചേരി രാമൻ തമ്പ്രാക്കളുമാണ് വേളി കഴിച്ചിരുന്നത്. മൂത്ത ജ്യേഷ്ഠൻ KMC നാരായണൻ നമ്പൂതിരിപ്പാട് ഒഴുകിൽ ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ ദേവസേനയെ വിവാഹം ചെയ്തു. മറ്റു ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. പഠനം കഴിഞ്ഞ് കുറച്ചുനാൾ ചളവറ സ്കൂളിലെ മാനേജരായി മുത്തശ്ശൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തന്റെ ജന്മനാടായ ചളവറയിൽ ഒരു ഹൈസ്കൂൾ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ജ്യേഷ്ഠൻ ശ്രീ KMC നാരായണൻ നമ്പൂതിരിപ്പാട്, ശ്രീമാൻ PV കുഞ്ഞുണ്ണി നായർ, കേശവൻ നായർ തുടങ്ങിയ ചളവറയിലെ പ്രമുഖ വ്യക്തികളോടൊപ്പം പ്രവർത്തിച്ചതിന്റെ ഫലമായി 1966 സ്കൂൾ യാഥാർത്ഥ്യമായപ്പോൾ അനങ്ങനടിയിലുണ്ടായിരുന്ന സഹാധ്യാപകനായ ശ്രീ ജനാർദ്ദനൻ മാസ്റ്ററെ പ്രധാനാധ്യാപകനാക്കാൻ നിർദ്ദേശിച്ചതും മുത്തശ്ശൻ തന്നെയാണ്. അനങ്ങനടി സ്കൂളിൽ ലീവ് വേക്കൻസിയിൽ അധ്യാപനം തുടങ്ങിയപ്പോൾ തന്റെ വഴി ഇതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു.
ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം പാഞ്ഞാൾ മാത്തൂർ മനയ്ക്കൽ ശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ സരള അന്തർജനത്തെ വിവാഹം കഴിക്കുന്നത്. ആയനിയൂൺ ചടങ്ങുകൾക്ക് ശേഷം വേളിക്ക് പുറപ്പെട്ടു പോയാൽ പിന്നീട് വേളി കഴിഞ്ഞിട്ടേ ഇല്ലത്തേക്ക് മടങ്ങാൻ പാടുള്ളൂ. വേളിയാണെങ്കിൽ രാത്രിയിലും. അദ്ദേഹം ഒട്ടും മടിക്കാതെ പോയി ബാക്കി സമയം സ്കൂളിൽ ക്ലാസ് എടുത്തു. വൈകുന്നേരം പോയി വേളി കഴിച്ചു. പഴയ ആചാരപ്രകാരം 4-ാം ദിവസമൊക്കെയായി ഗംഭീരവേളിയായിരുന്നു. ആ കാലത്താണ് പെരിങ്ങോട് പൂമുള്ളിമന സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുന്നത്. അവിടേക്ക് ഒരു ഹെഡ് മാസ്റ്റർ ലഭിക്കുന്നതിനായി അന്നത്തെ മാനേജർമാരായിരുന്ന പൂമുള്ളി 6-ാം തമ്പുരാനും 7-ാം തമ്പുരാനും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ സമ്മതവും വാങ്ങി 1962 ജൂണിൽ അദ്ദേഹം പെരിങ്ങോട് സ്കൂളിൽ പ്രധാനാധ്യാപകനായി സേവനമാരംഭിച്ചു. സ്കൂളിലെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി പ്രധാനാധ്യാപകനായ അദ്ദേഹം ക്ലാസുകളിൽ പോയി അധ്യാപനത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് പെരിങ്ങോട് സ്കൂളിനെ ജില്ലയിലെ മുൻപന്തിയിലുള്ള സ്കൂളുകളുടെ നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിലും സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു. വായനയിലേക്ക് ഒതുങ്ങിക്കൂടി വിശ്രമ ജീവിതം നയിക്കുന്നുവെങ്കിലും പൊതുകാര്യങ്ങൾക്കും കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയുണ്ട്. കുറച്ച് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും കാടമ്പറ്റ കുടുംബയോഗം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സാന്നിധ്യം അറിയിക്കാറുണ്ട്. പെരിങ്ങോട് സ്കൂളിനു മുന്നിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച് നടക്കിരുത്തിയ കൊമ്പനെ പോലെ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ മുത്തശ്ശൻ തലയുയർത്തി നിൽക്കുന്നു. മുത്തശ്ശന്റെ ഈ നവതി ആഘോഷവേളയിൽ നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം ഞങ്ങളും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു.